എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന പോലെ ഇന്ന് ഒബ്ജക്റ്റീവ് മോക്ക് ടെസ്റ്റ് 2 ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ലൈവ് ക്വിസ് ഫോർമാറ്റിൽ 100 ചോദ്യങ്ങൾ അടങ്ങിയ ഫുൾ ലെങ്ത് മോക്ക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും. നിങ്ങൾക്ക് അത് ലൈവ് ചാറ്റിൽ അതിന്റെ ഉത്തരം കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിന്റെ ഉത്തരം പറയുകയും അങ്ങനെ ആൻസർ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. എക്സ്പ്ലനേഷൻ ഓർ ഡീറ്റെയിൽ സൊല്യൂഷൻ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആൻസർ പറഞ്ഞു പോവാം. നിങ്ങൾ ലൈവ് ചാറ്റിൽ കൊടുക്കുക, അതിന് നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണോ അല്ലെ നിങ്ങൾ നോക്കുക. അവസാനം നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ലൈവ് ചാറ്റിലല്ല, അല്ലാതെ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി, എത്ര ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. ശരിക്കും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പം ഫുൾ സിലബസിനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫുൾ ലെങ്ത് മോക്ക് ആണ്. അതിന് അനുസൃതമായ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് മോക്ക് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഒരു തവണ ചെയ്തിരുന്നത്. പക്ഷേ ഫുൾ ലെങ്ത് മോക്ക് അല്ല, ഫുൾ സിലബസ് മോക്ക് അല്ലായിരുന്നു. അന്ന് പലരും പറഞ്ഞിരുന്നു എക്സാം ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചധികം കൂടുതലാണെന്നുള്ളത്. ഇത്തവണ കുറച്ചും കൂടെ കുറച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഡിഫിക്കൽട്ടി ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് എളുപ്പമല്ല, എന്നാൽ ഒരുപാട് പാടുമല്ലാത്ത രീതിയിലുള്ള നമ്മൾ ഗ്രാജുവലി ആണ് അതിന്റെ ഡിഫിക്കൽട്ടി ലെവലിൽ കൂടി പോകുന്നത്. എന്നാലും ഒരുപാട് പാടുമല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് പാടാണ്. പക്ഷെ ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ മോഡറേറ്റ് അല്ലെങ്കിൽ ഈസി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഹൈക്കോടതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പുള്ള പാറ്റേൺ നോക്കുവാണെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടി ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ അതിനും പ്രിപ്പയർഡ് ആവണം. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇപ്പോൾ ലൈവ് ക്യൂസ് എന്ന രീതിയിലാണ് പോകുന്നത്. നമ്മളിപ്പം ടോട്ടൽ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 100 ചോദ്യം 60 മിനിറ്റ് ആണ് നമ്മുടെ ആ ഒരു പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. 100 ക്വസ്റ്റ്യൻ 60 മിനിറ്റ്. നമ്മളിപ്പോ ഒരു ലൈവ് ക്വിസ് ഫോർമാറ്റിൽ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂർ, ഒരു 75 to 80 മിനിറ്റ്സോളം വരും. കാരണം നമ്മൾ ക്വസ്റ്റ്യനും അതിന്റെ കൂടുതൽ ആൻസറും വെച്ച് പറഞ്ഞു പോവല്ലേ. പിന്നെ ഇത് ഫസ്റ്റ് മോക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യുന്ന ഫസ്റ്റ് മോക്കാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ റിലാക്സേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. 60 മിനിറ്റ് ആണ് ശരിക്കുള്ള എക്സാം എങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം പ്രസന്റേഷൻ, ഈ ഒരു സെഷൻ നമ്മൾ ടൈമർ വെച്ച് പോവുകയാണെങ്കിൽ ഒരു 80 മിനിറ്റ്സിനോളം, ഓൾമോസ്റ്റ് 1 hour 20 മിനിറ്റ്സോളം എടുക്കുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ 5 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഫൈൻഡ് ദി എറർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഏത് ഭാഗത്താണ് എറർ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റുഡൻസ് ബാഡ്ലി ബിഹേവ് വിത്ത് ദ സെക്യൂരിറ്റി ഗാർഡ്സ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് ഭാഗത്താണ് എറർ നോക്കിക്കേ. 20 സെക്കൻഡ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാം. ഇതിന്റെ ഉത്തരം തന്നെ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് പാർട്ടിലാണ് എറർ. ബാഡ്ലി ബിഹേവ് ബാഡ്ലി എന്നാണ് വരേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. No sooner the bus reached the bus station than the passengers began to board the bus. ഇതിൽ ഏത് ഭാഗത്താണ് തെറ്റെന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഇതിന്റെ ഫസ്റ്റ് പാർട്ടിലാണ് തെറ്റ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. തേർഡ് ക്വസ്റ്റ്യൻ, താങ്ക് യു ഫോർ ഗെറ്റിംഗ് മീ ഓഫ് ദ ഹുക്ക്. ഇതിന്റെ ഉത്തരം പറഞ്ഞേ. ഇതിന്റെ തേർഡ് പാർട്ടിലാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. ഓഫ് ദി ഹുക്ക് എന്നല്ല, ഡബിൾ എഫ് ഒക്കെ വരണം. നമ്മൾ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4, water was dripping off the trees and the grass was wet. പെട്ടെന്ന് പറഞ്ഞേ ഇതിന്റെ ഉത്തരം. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓഫ് ദ ട്രീസ് ഈ ഭാഗത്താണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 5, പ്രവീൺ സാറ്റ് അപ്പ് ഓൺ ദ സോഫ വിത്ത് ഹിസ് ലെഗ്സ് ടക്ക് ഡൗൺ ഹിം. ഇതിന്റെ തെറ്റ് എവിടെയാണെന്ന് നോക്കിയേ.
സോ ഇതിന് തരുന്ന തേർഡ് പാർട്ടാണ്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ് 6-14. സോ നമ്മൾ നമ്മുടെ സാധാരണ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ചോദ്യങ്ങളും വരാറുണ്ട്, സാധാരണ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും വരാറുണ്ട്, എസ്പെഷ്യലി പ്രപ്പോസിഷൻ ഒക്കെ വെച്ചിട്ടുള്ളത്. സോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള 9 ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. അജയ് കംസ് ഡാഷ് ആൻഡ് അരിസ്റ്റോക്രാറ്റിക് ഫാമിലി. പെട്ടെന്ന് പറഞ്ഞേ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്റെ ഉത്തരം? സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കംസ് ഓഫ്. അതാണ് ബിലോങ് എന്നാണ് അതിന്റെ ഒരു അർത്ഥം കൺവേ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഷീ ജംപ് ഡാഷ് ദ ടേബിൾ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതോ പ്രപ്പോസിഷൻ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് നോക്കി. സോ ഇതിൽ വരുന്നത് ഷീ ജംപ് അപ്പോൺ ദ ടേബിൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്, അപ്പോൺ. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. അനന്ത ടേൺ പെയിൽ ഡാഷ് ഫിയർ. ഇതിന്റെ ഉത്തരം നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞേ. സോ ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അനന്ത ടേൺ പെയിൽ വിത്ത് ഫിയർ എന്നാണ് വരുന്നത്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ള ഓപ്ഷൻ നമ്മൾ എടുക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 9. ഐ വുഡ് ലൈക്ക് ടു കം ടു യുവർ പാർട്ടി, താങ്ക് യു ഫോർ ഡാഷ് മീ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, പെട്ടെന്ന് പറഞ്ഞേ. ഇതിനൊന്നും അധികം സമയം പോലും കളയണ്ട, പെട്ടെന്ന് സ്പോട്ടിൽ പറയാൻ പറ്റുന്ന ചോദ്യമാണ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമ്പർ 10. ഇറ്റ് മസ്റ്റ് ബി ഡാഷ് ക്വൈറ്റ് ആൻ എക്സൈറ്റിംഗ് ടൈം ടു ബി അലൈവ്. പെട്ടെന്ന് നോക്കി പറഞ്ഞേ. സോ ഇതിന്റെ ഉത്തരം ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ക്വൈറ്റ് ആൻ എക്സൈറ്റിംഗ് ടൈം ടു ബി അലൈവ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. As the only dash person in the Wacky family, the sensible girl felt like the odd woman out. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അർത്ഥമായിട്ട് ചേർന്ന് പോകുന്ന ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നോക്കിയേ, പെട്ടെന്ന് പറയൂ. 20 സെക്കൻഡ്. സോ ഇതിന്റെ ഉത്തരമായിട്ട് ഓപ്ഷൻ സി സെയിൻ ആണ്, ആസ് ദ ഓൺലി സെയിൻ പേഴ്സൺ ഇൻ ദ ഫാമിലി. ക്വസ്റ്റ്യൻ നമ്പർ 11. What would the cavalry dash out here? What would the cavalry dash out here? ഇതിന്റെ ഏതാണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് നോക്കിയേ. സോ ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത് വാട്ട് വുഡ് ദ കാവലറി ബി ഡൂയിങ് ഔട്ട് ഹിയർ. ഓപ്ഷൻ എ അതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. സോ അടുത്ത ചോദ്യം നോക്കി. It took several men to dash the fallen tree out of our yard. It took several men to dash the fallen tree out of our yard. പെട്ടെന്ന് പറഞ്ഞേ. So it took several men to haul the fallen tree out of our yard എന്നാണ് ഇതിന്റെ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. നമ്പർ 13. If you write a 40-page essay in one night, you will accomplish a huge dash. 4 ഓപ്ഷൻസ് ഉണ്ട്. ട്രീറ്റ്, ഫീറ്റ്, ഫ്ലീറ്റ്, ബീറ്റ്. പെട്ടെന്ന് പറഞ്ഞേ. സോ യു വിൽ അക്കംപ്ലിഷ് എ ഹ്യൂജ് ഫീറ്റ് എന്നാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 14. സോ ക്വസ്റ്റ്യൻ നമ്പർ 14 ഒന്ന് വായിച്ചേ. അറ്റ് നൈറ്റ് ദി ഹംഗ്രി ഓഫൻ വുഡ് സ്നീക്ക് ഇൻ ടു ദ കിച്ചൺ ആൻഡ് ഡാഷ് ടൈനി അമൗണ്ട്സ് ഓഫ് ഫുഡ്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കിയേ, പെട്ടെന്ന് നോക്കിയേ.
സോ ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പിൽഫർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇതിപ്പോ ഇനി നമുക്കിനി സിനോണിംസ് ആണ് കണ്ടുപിടിക്കുന്നത്. സിമിലർ മീനിങ് കൺവേ ചെയ്യുന്ന വാക്കുകൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. പ്രോസ്ക്രിപ്ഷൻ എന്ന വാക്കിന്റെ സിനോണിം അല്ലെങ്കിൽ സെയിം മീനിങ് കൺവേ ചെയ്യുന്ന വാക്ക് ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നോക്കിയേ. പ്രോസ്ക്രിപ്ഷൻ. പെട്ടെന്ന് പറഞ്ഞേ. സോ പ്രോസ്ക്രിപ്ഷന്റെ സിനോണിം ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ബാൻ ആണ്. ബാൻ, പ്രൊഹിബിറ്റ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 16. വീണ്ടും സിനോണിം ക്വസ്റ്റ്യൻസ് ആണ്. പെർജുറിയുടെ സിനോണിം എന്താ നോക്കിയേ. സിനോണിം ആണ്, സെയിം മീനിങ്. സോ അതിന്റെ സിനോണിം ആയിട്ട് വരുന്നത് ലൈ ആണ്, കള്ളം പറയുക, പെർജുറി. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കിയേ. റിക്വസിറ്റ്. റിക്വസിറ്റ് എന്ന വാക്കിന്റെ സിനോണിം ഏതാന്ന് നോക്കിയേ. സോ ഇതിന്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി പ്രീ കണ്ടീഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. പീക്വൻസി എന്ന വാക്കിന്റെ സിനോണിം എന്ന് നോക്കിയേ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. സോ ഓപ്ഷൻ ബി ഫ്ലേവറിംഗ് ആണ് ഇതിന്റെ സിനോണിം. ക്വസ്റ്റ്യൻ നമ്പർ 19. ടു കൺഫ്രണ്ട്, ആ ഒരു വാക്കിന്റെ സിനോണിം അല്ലെ സെയിം മീനിങ് നോക്കിയേ. സോ ഓപ്ഷൻ ഡി ടു അക്കോസ്റ്റ് ആണ് ഇതിന്റെ സിനോണിം ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇതിപ്പം ആന്റോണിംസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫോളോയിങ് ക്വസ്റ്റ്യൻ ഓപ്പോസിറ്റ് ആയിട്ട് മീനിങ് വരുന്ന വാക്കുകൾ അതിന്റെ ആന്റോണിംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡോമിനേറ്റിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 20. ഡോമിനേറ്റിന്റെ ആന്റോണിം ഏതാണെന്ന് നോക്കിയത് ഓപ്ഷൻസിനകത്തുനിന്ന്. സോ ഡോമിനേറ്റിന്റെ ആന്റോണിം ആയിട്ട് ഇവിടെ വരുന്നത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എ ആണ്, സറണ്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 21. സ്ക്വാൻഡറിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിം എന്താന്ന് നോക്കിയേ. സോ സ്ക്വാൻഡറിന്റെ ആന്റോണിം എന്ന് പറയുന്നത് ഹോഡ് ആണ്, പൂഴ്ത്തി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 23. ബ്യൂട്ടിഫുൾ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്ന് നോക്കിയേ. ഇതിനകത്ത് ഏതാന്ന് നോക്കിയേ. വളരെ ഈസിയാണ്. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ഒബ്നോക്ഷ്യസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. സാവന്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിം. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വാക്കാണ്, അതുകൊണ്ടാണ് കൂടുതൽ സമയം തന്നിരിക്കുന്നത്. സോ ഇതിന്റെ ആന്റോണിം ആയിട്ട് വരുന്നത് അമേച്ചർ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 24. ടു ഇൻഡിക്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നോക്കി. ടു ഇൻഡിക്റ്റ് ഈസിയാണ്.
സോ ഓപ്ഷൻ സി ടു എക്സോണറേറ്റ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 മുതൽ നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് കൺവേ ചെയ്യുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓരോ ഇഡിയംസിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 25, എ പീസ് ഓഫ് കേക്ക് എന്ന ഒരു പ്രയോഗത്തിന്റെ അർത്ഥം, പീസ് ഓഫ് കേക്കിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം നോക്കിയേ പെട്ടെന്ന്. ഇത് വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് എ പീസ് ഓഫ് കേക്ക്. ക്ലൂ തന്നിട്ടുണ്ട്. This question is actually a piece of cake for those who already studied well. സോ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്ന ക്ലൂ ഞാൻ തന്നതാണ്. ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ ഈസി ആണ് ഇതിന്റെ ഉത്തരം. വെരി ഈസി എന്ന രീതിയിൽ അർത്ഥമാണ് പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26, ടു ഗിവ് സമ്മൺ എ പീസ് ഓഫ് വൺസ് മൈൻഡ്. ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ നോക്കി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പെട്ടെന്ന് പറയാം. സോ ഇതിന്റെ ഉത്തരം സ്കോൾഡ് ആണ്. ഓപ്ഷൻ എ സ്കോൾഡ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ടു ഗിവ് ആണ് സംബന്ധിച്ച പീസ് ഓഫ് മൈൻഡ് എന്നാൽ സ്കോൾഡ് എന്നാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 27, ഗോ ഫോർ എ സോങ്. ആ ഒരു ഇഡിയത്തിന്റെ അർത്ഥം പറഞ്ഞേ, പെട്ടെന്ന് പറയൂ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ഗോ ഫോർ എ സോങ് എന്ന് പറഞ്ഞാൽ സോൾ ചീപ്ലി എന്ന അർത്ഥമാണ് വരുന്നത്. സോൾ ചീപ്ലി, വളരെ ചീപ്പായിട്ട് വിൽക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 28, മേക്ക് എൻ ആസ് ഔട്ട് ഓഫ്. പെട്ടെന്ന് പറഞ്ഞതിന്റെ ഉത്തരം. ഇത് ഇഡിയമാണ്, ഇതിന്റെ അർത്ഥം പറഞ്ഞേ. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. കോസ് സമ്മൺ ഓർ വൺസെൽഫ് ടു ലുക്ക് ഫൂളിഷ് ഓർ സ്റ്റുപ്പിഡ്, മേക്ക് എൻ ആസ് ഔട്ട് ഓഫ്. ക്വസ്റ്റ്യൻ നമ്പർ 29, ടു ഹാവ് ബിറ്റൻ ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ. ഈ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം പറഞ്ഞേ. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ടു ഹാവ് ട്രൈ ടു ഡു സംതിങ് വിച്ച് ഇസ് ടു ഡിഫിക്കൽട്ട്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 30, ഇതിപ്പം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു വലിയൊരു സംഭവത്തിന്റെ വൺ വേർഡ് അല്ലെങ്കിൽ ആ അർത്ഥം കൺവേ ചെയ്യുന്ന വൺ വേർഡ് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. സോ ക്വസ്റ്റ്യൻ നമ്പർ 30 തന്നെ ഫുൾ ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. ആ അർത്ഥം കൺവേ ചെയ്യുന്ന ഇതിൽ ഏത് വാക്കാന്ന് നോക്കിയാൽ ഫുൾ ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. സോ ഇതിന്റെ ഉത്തരം തന്നെ ഓപ്ഷൻ എ ടോർച്ചേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31, ഇൻ എക്സാക്ട്ലി ദ സെയിം വേർഡ്സ് ആസ് വെർ യൂസ് ഒറിജിനലി. ഈ ഒരു അർത്ഥം കൺവേ ചെയ്യുന്ന ഇതിൽ ഏത് വാക്കാന്ന് നോക്കി. ഇൻ എക്സാക്ട്ലി ദ സെയിം വേർഡ്സ് ആസ് വെർ യൂസ് ഒറിജിനലി. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ നോക്കിയാൽ പെട്ടെന്ന് കിട്ടുന്നതാണിത്. ആ ഒരു അർത്ഥം കൺവേ ചെയ്യുന്ന ഒരു വാക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. സോ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞ ഓപ്ഷൻ എ വെർബാറ്റിം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 32, a person inclined to question or doubt accepted opinions.
person inclined to question or doubt accepted opinions. പെട്ടെന്ന് പറഞ്ഞേ, ഇത് ഈസിയാണ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി സ്കെപ്റ്റിക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 33. വൺ ഹു ഹേറ്റ്സ് നോളജ്, നോളജിനെ വെറുക്കുന്ന വ്യക്തി. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പെട്ടെന്ന് പറയൂ. പെട്ടെന്ന് പറയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ കറക്റ്റ് ഉത്തരം പറയാമെന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, മീസോളജിസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 34. പ്ലേസ് വെയർ ഹോഴ്സസ് ആർ കെപ്റ്റ്, ഹോഴ്സസിനെ ഇടുന്ന സ്ഥലം. 4 ഓപ്ഷൻ ഡ്രേ, സ്റ്റേഡ്, സ്ട്രേ, സ്റ്റേബിൾ. പെട്ടെന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി സ്റ്റേബിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ഇനിയിപ്പം ഇതിലെ കറക്റ്റ് സ്പെല്ലിംഗ് ബാക്കി 3 തെറ്റായ സ്പെല്ലിംഗ്, ഒരെണ്ണം മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് ഉള്ളത്. സോ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. നോക്കിക്കേ, 4 വാക്കുകളുണ്ട്. പെട്ടെന്ന് പറഞ്ഞു. ഇത് വളരെ കോമൺ ആയിട്ടുള്ള വാക്കാണ്, അധികം സമയം എടുക്കുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് പറഞ്ഞു. 35ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. ഈ 4 ഓപ്ഷന്റെ ഏതാണ് കറക്റ്റ് ഉത്തരം, കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വാക്ക് ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. നിരീശ്വരവാദി എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി, എത്തിയിസ്റ്റ്. ATHEIST. അതാണ് അതിന്റെ സ്പെല്ലിംഗ്, കറക്റ്റ് സ്പെല്ലിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 36 ഈ 4 ഓപ്ഷൻസിൽ ഏതിലാണ് കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വാക്ക് നോക്കിയേ. സോ ഇതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ, റെവറി. റെവറി എന്ന് പറഞ്ഞാൽ ഡേ ഡ്രീം എന്നാണ് അതിന്റെ അർത്ഥം. ബാക്കിയെല്ലാം തെറ്റായ സ്പെല്ലിംഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37 കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള ഏതാ നോക്കിയേ. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന വാക്കുകളാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി, വെറ്റിനറി ആണ്. ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ള വാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 38. പെട്ടെന്ന് പറഞ്ഞേ, ഇതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ള വാക്ക് ഏതാണ്, പെട്ടെന്ന് പറഞ്ഞേ. സോ ഇതിലെ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി, കാറ്റലോഗ് ആണ്. നമ്പർ 39. ഇതിപ്പം ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുക. ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവിൽ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അവ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ആക്റ്റീവ് ആണെങ്കിൽ പാസീവിലേക്ക് മാറ്റുക, പാസീവ് ആണെങ്കിൽ ആക്റ്റീവിലേക്ക് മാറ്റുക. പെട്ടെന്ന് പറഞ്ഞേ, ഇത് കുറച്ചും കൂടെ ടൈം തരാം. സോ ഇതിലെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്
ഓപ്ഷൻ സി ആണ്. ഓൾ ദ റിസർവേഷൻസ് ആർ ബീങ് മെയ്ഡ് ബൈ ദ ട്രാവൽ ഏജന്റ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം. നമ്പർ 40 നോക്കിയേ. ഇതിപ്പം ഡയറക്റ്റിന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നുള്ള ചോദ്യം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. പെട്ടെന്ന് പറഞ്ഞതിന്റെ ഉത്തരം. വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് വൃത്തിയായിട്ടൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതാണ് മൊത്തത്തിൽ ചോദ്യങ്ങൾ. ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി ഉള്ളൂ മൊത്തത്തിൽ. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. സോ ഇതിന്റെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ. സോ അടുത്തത് പാസേജ് ബേസ് ക്വസ്റ്റ്യൻ ആണ്, കോംപ്രിഹെൻഷൻ ആണ്. ഈ ഒരു പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണുന്ന പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെയുള്ള 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. 5 ചോദ്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിക്കാം. ഇതിനൊരു 5 മിനിറ്റ് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ആ ഒരു സമയം കൊണ്ട് ഉത്തരം ഒന്ന് പറഞ്ഞേ. പാസേജ് ആദ്യം വായിച്ചു. ലാസ്റ്റ് ചോദ്യം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ഞാൻ കാണിച്ചു തരാം, ക്ലിയർ ആയിട്ട് വെച്ച് തരാം. ആദ്യത്തെ 4 ചോദ്യം ക്ലിയർ ആണല്ലോ. സോ വായിച്ചേ. 5 മിനിറ്റ് സമയം, ആവശ്യത്തിന് സമയമുണ്ട്. ചെറിയൊരു പാസേജ് ആണ്, പെട്ടെന്ന് വായിക്കുക. കോംപ്രിഹെൻഷൻ ഞാൻ കുറച്ചധികം സമയം തരുന്നുണ്ട്. സോ പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ലാസ്റ്റ് ചോദ്യം വായിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് ചോദ്യം കൂടെ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 45 കാര്യമാണ് ഞാൻ പറഞ്ഞത്.
ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. 41, 42, 43, 44, 45 5 ചോദ്യമാണുള്ളത്. ആവശ്യത്തിന് സമയം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. തീർന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ചോദ്യം 4-5 ചോദ്യങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. പാസേജ് നിങ്ങൾ കണ്ടിട്ടാണ്. സോ ഇതിന്റെ ഉത്തരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ വാട്ട് ആർ പ്രീബയോട്ടിക്സ്, അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 41 ഉത്തരം എ ആണ്. ഡയറ്ററി ഫൈബേഴ്സ് പ്രീബയോട്ടിക്സും ഡയറ്ററി ഫൈബർ ആണ്, അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ 42ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ടൈപ്പ് ഓഫ് സ്ലീപ്പ് ഇസ് റിസ്റ്റോറേറ്റീവ്. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലൈക്ക് വാട്ട് ടൈപ്പ് ഓഫ് സ്ലീപ്പ് ഇസ് റിസ്റ്റോറേറ്റീവ് എന്ന്. അതിന്റെ ഉത്തരം എന്ന് ഓപ്ഷൻ എ ആണ്. ഇതിന്റെ ഉത്തരം NREM ആണ് റിസ്റ്റോറേറ്റീവ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് NREM സ്ലീപ്പ് വിച്ച് ഇസ് റെസ്റ്റ്ഫുൾ ആൻഡ് റിസ്റ്റോറേറ്റീവ്, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ 3ാമത്തെ ചോദ്യം ഹൗ ആർ മെറ്റബോളിക് ബൈ പ്രൊഡക്ട്സ് റിലീസ് 43. സോ അതിന്റെ ഉത്തരം എന്ന് ഓപ്ഷൻ ബി ആണ്. When good bacteria digest dietary fibers. So question number 44, how can sleep wake cycles be monitored 44. അതിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബൈ EEG. ക്വസ്റ്റ്യൻ നമ്പർ 45, വാട്ട് ഇസ് ചോ. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, റാറ്റ് ഫുഡ്. ചോ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് റാറ്റ് ഫുഡ് ആണ്, അത് ഇനി ഇംപ്ലിസിറ്റ് ആയിട്ട് അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കോംപ്രഹെൻഷൻ കഴിഞ്ഞു, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യമാണ്. ഈ ഒരു ABCDE ഈ 5 ബ്ലാങ്ക്സ് ഉണ്ടല്ലോ, 5 ബ്ലാങ്ക്സിന് സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, ഓരോ വേർഡ്സ് ഓപ്ഷൻസിൽ നിന്ന് ഏത് വേർഡ്സ് ആണ് നിങ്ങൾ നോക്കി 46, 47, 48, 49, 50 ഈ 5 ബ്ലാങ്ക്സിനുള്ള 5 ചോദ്യങ്ങളുടെ ഉത്തരം പെട്ടെന്ന് നോക്കി പറഞ്ഞേ. ഇതിന് 3 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് പറയണം. സോ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. 46ന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ stimulates the function of the entire body and gives a lateral side stretch to the spine ആണ്. സോ ഓപ്ഷൻ ഡി. 46ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 47ലേക്ക് കടക്കുമ്പോഴേക്കിന് പ്രാക്ടീസ് ദിസ് ആസന എവറി ഡേ ആൻഡ് യു വിൽ ഡാഷ് സ്ട്രെങ്ത് ഇൻ ദി ആംഗിൾസ് തൈസ് നീസ്. യു വിൽ ഗെയിൻ സ്ട്രെങ്ത് ആണ്. ഓപ്ഷൻ ബി ആണ് 47ന്റെ ഉത്തരം. 48ലേക്ക് കടക്കുമ്പോഴേക്കിന് all standing poses dash the cardiovascular system. All standing poses build BUILD build. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 49 ആകുമ്പോഴേക്കിന് സിസ്റ്റം. So the more you do it, the dash your stamina will become. The better. ഓപ്ഷൻ ബി ആണ് ഉത്തരം. The better your stamina will become.
49 ഉത്തരം ഓപ്ഷൻ ബി ആണ്. 50 ഉത്തരം ഈ സ്റ്റാൻഡ്സ് ഫോർ. The aim is never to overdo it, but to engage regularly. Dash that you get stronger and more stable over time. But to engage regularly so that you get stronger and more stable over time. So option C so ആണ് ഇതിന്റെ ഉത്തരം. ഇനി നമുക്ക് നേരെ നമ്മുടെ GK ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുവാണ്. ആദ്യം പോളിറ്റി ക്വസ്റ്റ്യൻസോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യത്തെ 1-2 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളാണ്. സാധാരണഗതിയിൽ നമുക്ക് ഹൈക്കോടതി ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പൊ PSCയുടെ ഒരു പാറ്റേണിൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ വന്നു തുടങ്ങിയല്ലോ. സോ അപ്പൊ അതിന്റെ കുറച്ച് ചോദ്യങ്ങളും കൂടെ ഞങ്ങൾ ആ ഒരു ഡിഫിക്കൽട്ട് ലെവൽ ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബാക്കി സാധാരണ ക്വസ്റ്റ്യൻസ് ആണ്. 1 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം. സോ ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ് എന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഉത്തരം എന്ന് നോക്കുക. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണെങ്കിൽ 1 only, സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണെങ്കിൽ 2 only, രണ്ടും ഉണ്ടെങ്കിൽ both 1 and 2, രണ്ടും തെറ്റാണെങ്കിൽ neither 1 nor 2. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കി പറഞ്ഞേ. സോ നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കുവാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് വായിച്ചത് ഇംപീച്ച്മെന്റ് മോഷൻ മസ്റ്റ് ബി സൈൻ ബൈ അറ്റ്ലീസ്റ്റ് 50 മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ഫോർ കൺസിഡറേഷൻ ബൈ ലോക്സഭ സ്പീക്കർ. ഇപ്പം സുപ്രീം കോടതി ജഡ്ജിന് ഇംപീച്ച്മെന്റ് പ്രൊസീജിയറിനെ പറ്റിയാണ് പറയുന്നത്. ലോക്സഭയിൽ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് 50 അല്ല, അറ്റ്ലീസ്റ്റ് 100 മെമ്പേഴ്സ് സൈൻ ചെയ്യണം, എങ്കിലേ അത് അക്സെപ്റ്റ് ആവത്തുള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് മോഷൻ ഇസ് അഡ്മിറ്റഡ് ദി സ്പീക്കർ ഓർ ചെയർപേഴ്സൺ ഫോർസ് എ 3-member committee comprising senior judge of Supreme Court, a judge of High Court and a distinguished jurist to investigate charges leveled against CJI. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഒരു രീതിയാണ്. സോ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് കറക്റ്റ്. സോ 2 only, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. 52ാമത്തെ ചോദ്യം നോക്കി. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യമാണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നോക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 only, അതായത് ഓപ്ഷൻ എ ഉത്തരം വരും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം കറക്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 only, ഓപ്ഷൻ ബി ഉത്തരം വരും. രണ്ടും ആണെങ്കിൽ both 1 and 2, അല്ലെങ്കിൽ neither 1 nor 2. അറിയാവുന്നതാണ്, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യം. റിറ്റ് ജുറിസ്ഡിക്ഷനെ പറ്റിയുള്ള ചോദ്യമാണ്. പെട്ടെന്ന് നോക്കി വായിച്ചേ, അധികം സമയമില്ല, ഒരു 40 സെക്കൻഡ് തരാം. സോ ഇത് വായിക്കുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ്, ഏതൊരു 1 or 2 ആർ കറക്റ്റ്, അതാണ് ഇതിന്റെ ഉത്തരം. കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്, ഹൈക്കോർട്ടിന്റെ ജുറിസ്ഡിക്ഷൻ ആണ് കുറേ കൂടെ ലാർജർ. അതുപോലെ ഹൈക്കോർട്ട് ക്യാൻ ഓൾസോ യൂസ് ഇറ്റ് മേക്ക് എൻഫോഴ്സ് ലീഗൽ റൈറ്റ്. സുപ്രീം കോർട്ടിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കാം. സോ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 53ലേക്ക് നോക്കൂ. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഹൈക്കോടതി ജഡ്ജിമാരെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. പെട്ടെന്ന് പറഞ്ഞേ. First statement, retired High Court judgment practiced as a advocate in Supreme Court. ഒരു അഡ്വക്കേറ്റ് റിട്ടയർ ചെയ്ത ശേഷം ഹൈക്കോടതി ജഡ്ജിന് സുപ്രീം കോർട്ടിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജ് ക്യാൻ പ്രാക്ടീസ് ആസ് അഡ്വക്കേറ്റ് ഇൻ ഹൈക്കോർട്ട്സ് അതർ ദാൻ സെയിം ഹൈക്കോർട്ട് ഫ്രം വിച്ച് ഹി ഓർ ഷി ഹാസ് റിട്ടയർഡ്. അതായത് റിട്ടയർ ചെയ്ത ഹൈക്കോർട്ടിന് അദ്ദേഹം റിട്ടയർ ചെയ്ത ആ ഒരു ഹൈക്കോർട്ട് അല്ലാതെ ബാക്കി ഏത് ഹൈക്കോർട്ടിലും അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. സോ ഇതൊന്ന് പെട്ടെന്ന് നോക്കി പറഞ്ഞേ. സോ ഈ ചോദ്യത്തിൽ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ബോത്ത് 1 and 2
ആർ കറക്റ്റ്. അതാണ് അതിന്റെ ഉത്തരം. ഇനി ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ചോദ്യമാണ്. വിച്ച് ദ ഫോളോയിങ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഗേവ് ലീഗൽ റെക്കഗ്നിഷൻ ടു തേർഡ് ജെൻഡർ? ഈ ട്രാൻസ്ജെൻഡറിനെ തേർഡ് ജെൻഡർ ആയിട്ട് അംഗീകരിച്ച സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്റെ പേര്. 4 ഓപ്ഷൻസ് ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞേ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു ഹിസ്റ്റോറിക് കേസിന്റെ പേര് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസാണ്. ആ കേസിന്റെ പേര് നാൽസ ജഡ്ജ്മെന്റ് എന്നാണ് ഇതിന് പറയുന്നത്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഷോർട്ട് ഫോം ആണ് നാൽസ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 54-55 നോക്കി. ഇൻ വിച്ച് ജഡ്ജ്മെന്റ് സുപ്രീം കോർട്ട് ഡിക്ലെയർ ദാറ്റ് സെക്കൻഡ് മാരേജ് ഓഫ് ഹിന്ദു മാൻ ഈസ് ഇൻവാലിഡ് ഈവൻ ഇഫ് ഹി കൺവേർട്സ് ടു ഇസ്ലാം ബിഫോർ മാരേജ്? ഇപ്പം ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി ഇസ്ലാമിലേക്ക് മതം മാറിയിട്ട് കല്യാണം കഴിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ ആ മാരേജ് ഇൻവാലിഡ് ആണ് എന്ന് പറയുന്ന ജഡ്ജ്മെന്റ്. അതൊരു ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റ് ആണ്. പെട്ടെന്ന് പറഞ്ഞേ. സോ ഇതിന്റെ കറക്റ്റ് ഉത്തരം വരുന്നത് സർല മുൻകൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം. 56. ആർട്ടിക്കിൾ 35 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെൽറ്റ് വിത്ത്. 35 എന്തിനെ പറ്റിയിട്ടുള്ളതായിരുന്നു? പെട്ടെന്ന് പറഞ്ഞേ. ഇത് വളരെ 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 ഈസിയാണ്, പെട്ടെന്ന് പറയൂ. ഇനിയുള്ള ചോദ്യങ്ങൾ അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്തു പോകുന്ന ചോദ്യങ്ങളാണ്. പെട്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതാണ്. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി, JNKയുടെ പെർമനന്റ് റെസിഡൻഷിപ്പിനെ പറ്റിയിട്ടുള്ള പ്രൊവിഷൻ ആണ് ആർട്ടിക്കിൾ 35. അതാണ് ഈയിടെ മാറ്റിയത്. 57ാമത്തെ ചോദ്യം നോക്കി. Which of the following articles specifically deals with rights of minority? Rights of minorities rights ആയിട്ട് ഡീൽ ചെയ്യുന്ന ഇതിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഡീൽ ചെയ്യുന്നത് നോക്കുക. ഈ 4 ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് മൈനോറിറ്റി റൈറ്റ്സുമായിട്ട് സ്പെസിഫിക്കലി ഡീൽ ചെയ്യുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ഇപ്പം 1ഉം 3ഉം ആണെങ്കിൽ 1 and 3 ഓപ്ഷൻ എ വരും. 2ഉം 4ഉം ആണെങ്കിൽ 2 and 4 വരും. അങ്ങനെ വരുന്നത്. പെട്ടെന്ന് പറഞ്ഞേ. സോ ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30 ആണ് ഈ മൈനോറിറ്റീസ് ആൻഡ് റൈറ്റ്സ് ഡയറക്ട്ലി ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 58ാമത്തെ ചോദ്യം നോക്കാം. സുപ്രീം കോർട്ട് ത്രൂ വേരിയസ് ജഡ്ജ്മെന്റ്സ് ഹാസ് ഡിക്ലെയർഡ് ദാറ്റ് റൈറ്റ് ടു ഡീസന്റ് എൻവയോൺമെന്റ് ഈസ് പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ. സുപ്രീം കോടതി പല ജഡ്ജ്മെന്റിലൂടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന് സ്കോപ്പ് വലുതാക്കിയുണ്ടായി. അങ്ങനെ ഇപ്പം റൈറ്റ് ടു ഡീസന്റ് എൻവയോൺമെന്റ് ആ ഒരു പ്രൊവിഷൻ ഒരു ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിയിലൂടെ ഡിക്ലെയർ ചെയ്തത്. പെട്ടെന്ന് പറഞ്ഞേ. ഇത് വളരെ ഈസിയാണ്. ആർട്ടിക്കിൾ 19 ആണോ, 21 ആണോ, ആർട്ടിക്കിൾ 24 ആണോ, ആർട്ടിക്കിൾ 39(3) ആണോ? പെട്ടെന്ന് പറയൂ. സോ ഇത് റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 21ന്റെ കീഴിലാണ് ഇതൊക്കെ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. 59ാം ചോദ്യം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന is a national public health insurance fund with benefits of ₹dash on a family floater basis, which means that it can be used by one or all families of the family. ആയുഷ്മാൻ ഭാരത് യോജന അനുസരിച്ച് ഒരു ഫാമിലിക്ക് ഒരു വർഷം ഇന്ന രൂപയുടെ അത്രയും ചികിത്സ സൗജന്യമായിട്ട് നടത്താൻ സാധിക്കും. മൊത്തം ഫാമിലി കമ്പൈൻഡ് ആയിട്ടുള്ള തുകയാണ്. സോ എത്രയാണെന്ന് പറഞ്ഞേ. പെട്ടെന്ന് പറഞ്ഞേ. ഇതൊക്കെ വളരെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 3 ലക്ഷമാണോ, 5 ലക്ഷമാണോ, 8 ലക്ഷമാണോ, 10 ലക്ഷമാണോ? സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 5 ലക്ഷമാണ് ഇതിന്റെ ആ ഒരു എമൗണ്ട്. നമ്പർ 60. Dash is a welfare scheme started by Prime Minister in order to
provide LPG connections to domestic households that fall under below poverty line. LPG connections പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്കീമിന്റെ പേര് എന്താ? പെട്ടെന്ന് പറഞ്ഞു. വളരെ 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 ഈസിയാണ്. പെട്ടെന്ന് പറയൂ. ഉജ്ജ്വലയാണോ, ഉദയാണോ, PMAY ആണോ, PMLGP ആണോ? സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ, ഉജ്ജ്വല സ്കീമാണ്. 61ാമത്തെ ചോദ്യം. മനീഷ് നർവാൽ ഇസ് എ ഇന്ത്യൻ പാരാലിമ്പിക് സ്പോർട്സ് പേഴ്സൺ ബിലോങ്ങിങ് ടു. മനീഷ് നർവാൽ ഈയിടെ ഒരു മെഡൽ നേടിയ ഒരു വ്യക്തിയാണ് ടോക്കിയോ പാരാലിമ്പിക്സിൽ. അദ്ദേഹം ഏത് സ്പോർട്ടിംഗ് കാറ്റഗറിയിലാണ് വരുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞേ. ബോക്സിംഗ് ആണോ, ജാവലിൻ ആണോ, ഷൂട്ടിംഗ് ആണോ, ഹൈ ജമ്പ് ആണോ? മനീഷ് നർവാൽ. ഞാൻ പറഞ്ഞാണ് ഇതുപോലെ പേരുകൾ ഓർത്തിരിക്കണമെന്ന്. കറണ്ട് അഫയേഴ്സിൽ പലതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അദ്ദേഹം ഒരു ഷൂട്ടറാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 62. ഒളിമ്പിക് ബ്രോൺസ് മെഡലിസ്റ്റ് ബജ്രംഗ് പൂനിയ ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബ്രോൺസ് മെഡൽ ഇത്തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ നേടിയാണ് ബജ്രംഗ് പൂനിയ. അദ്ദേഹം ഏത് സ്പോർട്ടിംഗ് കാറ്റഗറിയിലാണ് വരുന്നത്? പെട്ടെന്ന് പറയാം. ഇത് വളരെ വളരെ ഈസിയാണ്. പെട്ടെന്ന് പറയൂ. സോ അദ്ദേഹം ഒരു റെസ്ലർ ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. 63ാമത്തെ ചോദ്യം. പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് പെട്ടെന്ന് പറഞ്ഞേ. 4 ഓപ്ഷൻസ് ഉണ്ട്. പെട്ടെന്ന് പറയൂ. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി, ജസ്റ്റിസ് എസ് മണികുമാർ ആണ് ഇതിന്റെ ഉത്തരം. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോടതി. 2021 നോബൽ പ്രൈസ് ഫോർ ഫിസിക്സ് വാസ് വോൺ ബൈ. ഇത് ഞാൻ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ പഠിക്കണം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പെട്ടെന്ന് പറഞ്ഞ ഇതിന്റെ ഉത്തരം. 4 ഓപ്ഷൻസ് ഉണ്ട്. ജോർജിയോ പെരിസി ആണോ, ഡിമിട്രി മൊറട്ടോവ് ആണോ, ഡേവിഡ് കാർഡ് ആണോ, ഡേവിഡ് ജൂലിയസ് ആണോ? സോ ഇതിന്റെ ഉത്തരം ജോർജിയോ പാരിസി തന്നെ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. 65ാമത്തെ ചോദ്യം നോക്കിയേ. ഹു റീസെന്റ് ബിക്കൻ നാസ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ്. ഇന്ത്യൻ വംശജയാണ്. ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ പേര് പറയൂ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഐഷ അസീസ്, ചന്ദ്രകുമരം, ചന്ദ്രൻ നായിഡു, ഭവ്യ ലാൽ. പെട്ടെന്ന് പറഞ്ഞു. ഇത് വളരെ വളരെ ഈസിയാണ്. ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ഭവ്യ ലാൽ ആണ് ഇതിന്റെ ഉത്തരം. 66ാമത്തെ ചോദ്യം നോക്കി. ഇൻ 1980 മഹാത്മാഗാന്ധി വെന്റ് ടു ഡാഷ് ടു ഓർഗനൈസ് സത്യാഗ്രഹ മൂവ്മെന്റ് എമംഗ് കോട്ടൺ വർക്കേഴ്സ്. ഇതും വളരെ വളരെ ഈസിയാണ്. പെട്ടെന്ന് പറയൂ. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ചോദ്യമാണ്. 1980 നടന്ന ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്തായിരുന്നു? അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 67ാമത്തെ ചോദ്യം. ഇതൊക്കെ വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോകേണ്ട ചോദ്യങ്ങളാണ്. പൂന പാക്ട് വാസ് സൈൻ ബിറ്റ്വീൻ മഹാത്മാഗാന്ധി ആൻഡ് ഡാഷ്. പൂന പാക്ട് മഹാത്മാഗാന്ധിയും ആരും തമ്മിലുള്ളതായിരുന്നു? സോ ഇത് പൂന പാക്ട് മഹാത്മാഗാന്ധി, ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം. 68ാമത്തെ ചോദ്യം. വാട്ട് ഫീച്ചർ അഡ്ജസ്റ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻ സോ ദാറ്റ് ടെക്സ്റ്റ് ഇസ് സെന്റർഡ് വെർട്ടിക്കലി ഓൺ പ്രിന്റഡ് പേജസ്. ഇതിപ്പം പേജ് പ്രിന്റിംഗ് നമ്മളിപ്പം വേർഡിലൊക്കെ വരുന്ന ആ ഒരു ഫീച്ചറിന്റെ പറ്റിയാണ് പറയുന്നത്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ചോദ്യമാണ്. വാട്ട് ഫീച്ചർ അഡ്ജസ്റ്റ് ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻ സോ ദാറ്റ് ടെക്സ്റ്റ് ഇസ് സെന്റർഡ് വെർട്ടിക്കലി ഓൺ എ പ്രിന്റഡ് പേജ്. ഹൊറിസോണ്ടൽ സെന്ററിംഗ് ആണ്, വെർട്ടിക്കൽ അഡ്ജസ്റ്റിംഗ് ആണ്, ഡുവൽ സെന്ററിംഗ് ആണ്, വെർട്ടിക്കൽ ജസ്റ്റിഫൈങ് ആണോ? സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വെർട്ടിക്കൽ ജസ്റ്റിഫൈങ് ആണ്.
60. Dash is a practice of sending fraudulent emails that resemble emails from reputable sources to steal sensitive data like credit card numbers and login information. ഈ ഒരു സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ ബാഡ് പ്രാക്ടീസ് ആണ്. ഇതിനെപ്പറ്റി ഇതിന്റെ ഈ ഒരു ഡെഫിനിഷനിൽ വരുന്ന അതിന്റെ അർത്ഥം എന്താണ്, ആ ടേമിനെ പറ്റി പറയുന്ന പേരെന്താണ്? റാൻസം വെയർ ആണോ, മാൽവെയർ ആണോ, ഫിഷിംഗ് ആണോ, DNS അറ്റാക്ക് ആണോ? സോ ഇതിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഫിഷിംഗ് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 70ാമത്തെ ചോദ്യം. ആസ് പെർ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, വാട്ട് ഈസ് ദ പെനാൽറ്റി ഫോർ ഹാക്കിംഗ് കമ്പ്യൂട്ടേഴ്സ്? നമ്മളൊരു കമ്പ്യൂട്ടർ അനധികൃതമായി അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഹാക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ പെനാൽറ്റി എത്രയാണ്? IT ആക്ട് 2000 പ്രകാരം 4 ഓപ്ഷൻസ് ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞേ. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം. 3 year imprisonment or 2 lakh penalty or both. അടുത്ത ചോദ്യം. ഷേപ്പ് ഓഫ് ദി ഔട്ടർ പാർട്ട് ഓഫ് ഇയർ ഇസ് ലൈക്ക്. ഷേപ്പ് ഓഫ് ഔട്ടർ പാർട്ട് ഓഫ് ഇയർ ഇസ് ലൈക്ക്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഫണൽ, പ്ലേറ്റ്, ഡ്രം, ഡിസ്ക്. പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറയൂ. സോ അതിന്റെ ഉത്തരം ഓപ്ഷൻ എ ഫണൽ ആണ്. 72. In Microsoft Excel, the dash function is used to count the numbers of cells that contains numbers within list of arguments. കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഫംഗ്ഷന്റെ പേര് പെട്ടെന്ന് പറഞ്ഞേ. കൗണ്ട് ഇഫ് ആണോ, കൗണ്ട് ആണോ, കൗണ്ട് സം ആണോ, സം കൗണ്ട് ആണോ? ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞേ. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി കൗണ്ട് ആണ്. 73ാമത്തെ ചോദ്യം. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് എർത്ത് സ്റ്റോപ്പ് സ്പിന്നിങ് ഇമ്മീഡിയറ്റ്ലി? പെട്ടെന്ന് എർത്ത് സ്പിൻ ചെയ്ത് അങ്ങ് നിർത്തിയ എന്തായിരിക്കും സംഭവിക്കുന്നത്? 4 ഓപ്ഷൻസ് പെട്ടെന്ന് പറഞ്ഞേ. ആലോചിച്ച് പെട്ടെന്ന് പറഞ്ഞേ. എനിക്കൊന്ന് ആലോചിക്കേണ്ട ചോദ്യമാണ്. So in other option A, objects on the top of earth would be thrown away with great speed. 74. The Van Allen belts are collection of charged particles gathered in place by dash magnetic field. Suns, Earths, Moons, Mars. ഏതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാണ് വാൻ അലൻ ബെൽറ്റ് ക്രിയേറ്റ് ആവുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ഈസിയാണ്. ഈസി അല്ല, മോഡറേറ്റ് ലെവൽ ചോദിക്കണം. സോ ഭൂമിയുടെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ആരാണ്? എർത്ത്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. 75ാമത്തെ ചോദ്യം. സാഡിൽ പീക്ക് ഇസ് ലൊക്കേറ്റഡ്. സാഡിൽ പീക്ക് എന്ന് പറഞ്ഞൊരു മൗണ്ടൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? പെട്ടെന്ന് പറയും. ഇത് വളരെ വളരെ കോമൺ ആണ്. പെട്ടെന്ന് പറയൂ. സാഡിൽ പീക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സോ ആൻഡമാൻ നിക്കോബാറിലുള്ള ആൻഡമാൻ ഐലൻഡ്സിലുള്ളതാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലുള്ളതാണ്. ആൻഡമാനിലാണ് സംഭവം സാഡിൽ പീക്ക്. പക്യോങ് എയർപോർട്ട് ഇസ് ലൊക്കേറ്റഡ്. പക്യോങ് എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? പെട്ടെന്ന് പറഞ്ഞു. ഇത് വളരെ കോമൺ ആണ്. പക്യോങ് എയർപോർട്ട്. സോ പക്യോങ് എയർപോർട്ട് സിക്കിമിലാണ്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 77. ഇൻ സംഗമേജ്,
പാണർ ആൻഡ് വിരളിയാർ വേർ. പാണർ ആൻഡ് വിരളിയാർ എന്ന ഈ രണ്ട് വ്യക്തികൾ അവർ ശരിക്കും ആക്ച്വലി ആരായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്തായിരുന്നു, ലൈക്ക് ഈ ഒരു പേരാണ് വിളിക്കപ്പെടുന്നത്. സോ അവർ ശരിക്കും അവരുടെ ജോബ് എന്തായിരുന്നു? ടെമ്പിൾ ഗാർഡ്സ് ആയിരുന്നോ, ടാക്സ് കളക്ടേഴ്സ് ആയിരുന്നോ, സിംഗിങ് ബാർഡുകളായിരുന്നോ, ചാരിറ്റി ഡോണേഴ്സ് ആയിരുന്നോ? പെട്ടെന്ന് പറഞ്ഞേ. പാണർ നമ്മൾ കേട്ടിട്ടുണ്ട്, ക്ലൂ തന്നു. സോ പാണർമാരുടെ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ സിംഗിങ് ബാർഡാണ്, ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 78. ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ എന്നൊരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ആരാണ് സ്ഥാപിച്ചത്? ജ്യോതിബ ഫൂലെ, ഡോക്ടർ ബി ആർ അംബേദ്കർ, മഹാത്മാഗാന്ധി, രാജാറാം മോഹൻ റോയ്. പെട്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ വളരെ വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പെട്ടെന്ന് പറയൂ. സോ ഇത് സ്ഥാപിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. 79. Which of the following is not associated with glaciers? ഗ്ലേഷ്യേഴ്സുമായിട്ട് ഇതിൽ 3 ബന്ധമുള്ള ടേംസ് ആണ്. ഇതിൽ ഏതാണ് ബന്ധമില്ലാത്തത്? ഗ്ലേഷ്യേഴ്സ് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. നോട്ട് റിലേറ്റഡ് വിത്ത് ഗ്ലേഷ്യേഴ്സ്, നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഗ്ലേഷ്യേഴ്സ്. മൊറൈൻസ് ആണോ, ടില്ലാണോ, ഡ്രംലിൻസ് ആണോ, ഫ്യൂമറോൾ ആണോ? സോ ഇതിൽ ഫ്യൂമറോൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഗ്ലേഷ്യേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. സോ ഫ്യൂമറോൾ ആണ് ഇതിന്റെ ഉത്തരം. ഡാഷ് became the first country to make Bitcoin as official currency. ബിറ്റ്കോയിൻ ഒഫീഷ്യൽ കറൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്ത ആദ്യത്തെ രാഷ്ട്രം? പെട്ടെന്ന് പറയൂ. ഇതൊക്കെ വളരെ വളരെ കോമൺ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആണ്. ഇക്വഡോർ ആണോ, മെക്സിക്കോ ആണോ, ബൊളീവിയ ആണോ, എൽ സാൽവഡോർ ആണോ? സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി, എൽ സാൽവഡോർ ആണ്. 81. സാൻഡ്സ്റ്റോൺ ഇസ് വിച്ച് ടൈപ്പ് ഓഫ് റോക്ക്? പെട്ടെന്ന് പറയും. ഇതൊക്കെ വളരെ വളരെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. സാൻഡ്സ്റ്റോൺ ഏത് ടൈപ്പ് റോക്ക് ആണ്? മെറ്റമോർഫിക് ആണോ, സെഡിമെന്ററി ആണോ, ഇഗ്നിയസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? സോ സാൻഡ്സ്റ്റോൺ ഒരു സെഡിമെന്ററി റോക്ക് ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. 83. ലോസ് വിച്ച് ഗവേൺ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് ആർ കോൾഡ്. പ്ലാനറ്ററി മോഷൻ ഗവേൺ ചെയ്യുന്ന ലോയുടെ പേരെന്താണ്? സോ പ്ലാനറ്ററി മോഷൻ ഗവേൺ ചെയ്യുന്നത് കെപ്ലേഴ്സ് ലോ. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം. 83. SDG 3 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 3 ഡീൽസ് വിത്ത്. പെട്ടെന്ന് പറഞ്ഞേ. SDG 1 ഉണ്ട്, 2 ഉണ്ട്, അങ്ങനെ 17 ഉണ്ട്. 17 തോന്നുന്നു. സോ SDG 3 ഏതിനെ ഡീൽ ചെയ്യുന്നതാണ്? SDG എത്ര ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ. ലൈവ് ചാറ്റിലല്ല, അല്ലാതെ. അതിലത്തെ 1, 2, 3 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നും ഒന്ന് കമന്റ് ചെയ്യാൻ നല്ലതായിരിക്കും. സോ SDG 3 ഡീൽസ് വിത്ത് ഹെൽത്ത് ആണ്. ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 84. UNCTAD ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ്. അതെന്താണെന്ന്, അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ലൈവ് ചാറ്റിലല്ല, അല്ലാതെ കമന്റ് ചെയ്യണം. സോ ഇറ്റ്സ് എ പെർമനന്റ് ഇന്റർ ഗവൺമെന്റൽ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് വിച്ച് ഇസ് ഹെഡ് ക്വാർട്ടേർഡ് അറ്റ്. അതിന്റെ UNCTADയുടെ അൺടാഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ ആണോ, റോം ആണോ, പാരീസ് ആണോ, ന്യൂയോർക്ക് ആണോ? സോ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. 85. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വളരെ കോമൺ ആണ്. ബ്രെയിനിന്റെ ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, സെറിബ്രം ആണ്. 86. Who among the following was awarded 39th CERAWeek Global Energy and Environment Leadership Award? നമ്മൾ ഓൾറെഡി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. പെട്ടെന്ന് പറഞ്ഞേ.
സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. 87ാമത്തെ ചോദ്യം. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് സാറ്റലൈറ്റ് റീസെന്റ് ഡെവലപ്ഡ് ബൈ DRDO ആൻഡ് ലോഞ്ച്ഡ് ബൈ ISRO ടു ട്രാക്ക് ദി ഓപ്പറേഷൻസ് ഓഫ് മിലിറ്ററി ആൻഡ് മെർച്ചന്റ് നേവി ഷിപ്സ് ഇൻ ഇന്ത്യൻ ഓഷൻ റീജിയൻ? അദൃശ്യ നേത്ര, സിന്ധു നേത്ര, അഗ്നി നേത്ര, പൃഥ്വി നേത്ര. പെട്ടെന്ന് പറയൂ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് വീഡിയോ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സിന്ധു നേത്രയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. 88. ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ട് ഇസ് പെയ്ഡ് ഡാഷ് ലാക്ക് പെർ മന്ത്. സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ സാലറി എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞേ. 2 lakh ആണോ, 2.5 lakh ആണോ, 2.8 lakh ആണോ, 3.2 lakh പെർ മന്ത് ആണോ? പെട്ടെന്ന് പറഞ്ഞേ. സോ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ ഇപ്പോഴത്തെ പെർ മന്ത് സാലറി 2.8 lakhs ആണ്. സുപ്രീം കോർട്ട് ജഡ്ജിന്റെ 2.5 lakhs. സോ 89ാമത്തെ ചോദ്യം. ദി ആർമി കണ്ടിൻജന്റ് ഓഫ് വിച്ച് ഫോളോയിങ് കൺട്രി പാർട്ടിസിപ്പേറ്റഡ് ഇൻ 2021 റിപ്പബ്ലിക് ഡേ പരേഡ്? നമ്മുടെ 2021 റിപ്പബ്ലിക് ഡേ പരേഡിൽ ഒരു പർട്ടിക്കുലർ കൺട്രി അത് അവരുടെ ആർമിയിൽ നിന്നൊരു കണ്ടിൻജന്റിനെ അറിയിക്കുകയുണ്ടായി, നമ്മുടെ പരേഡിന് മാർച്ച് ചെയ്യാൻ വേണ്ടി അയക്കുകയുണ്ടായി. സോ അത് ഏത് രാജ്യത്തിന്റെ ആർമിയാണ് ഇത്തവണ 2021 റിപ്പബ്ലിക് ഡേ പരേഡിൽ അവരുടെ കണ്ടിൻജന്റ് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ മാർച്ച് ചെയ്തത്? മ്യാൻമാർ ആണോ, ബംഗ്ലാദേശ് ആണോ, നേപ്പാൾ ആണോ, ഭൂട്ടാൻ ആണോ? പെട്ടെന്ന് പറഞ്ഞു. ഇത് വളരെ കോമൺ ആണ്. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ആണ്. 90ാമത്തെ ചോദ്യം. ആർമി കൂപ്പ് റീസെന്റ് 2021 ഓവർത്രൂ ദ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ് ഓഫ്? 2021 റീസെന്റ് ഒരു ആർമി കൂപ്പ് നടന്നിട്ടുണ്ട്. ഒരു ഗവൺമെന്റിനെ ഓവർത്രൂ ചെയ്ത് പട്ടാള ഭരണം സ്ഥാപിക്കുകയുണ്ടായി. അത് ഏത് രാഷ്ട്രമാണ്? ഇതിൽ കൊടുത്തിരിക്കുന്ന ഏത് രാഷ്ട്രത്തിലാണ് ഈ 2021 ഈ സംഭവം നടന്നത്? മ്യാൻമാർ, മാൽദീവ്സ്, മൊറീഷ്യസ്, നേപ്പാൾ. 2021 സംഭവമാണ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മ്യാൻമാർ ആണ്. മ്യാൻമാറിലാണ് ഈ സംഭവം നടന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ മാത്സ് റീസണിങ്ങിന്റെ 10 ചോദ്യങ്ങളാണ്. സോ ഓരോ ചോദ്യത്തിനും 1 മിനിറ്റ് ആണ് ഞാനിപ്പോൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി. നിങ്ങളത് വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിൽ ചെയ്താൽ മതി. മാത്സ് സെക്ഷൻ നിങ്ങൾ ചെയ്ത് വന്നാൽ മതി. സോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സോ നമുക്ക് 1 മിനിറ്റ് ആണ് ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. 10 ചോദ്യങ്ങളുണ്ട്. സോ മാത്സ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. മാത്സും റീസണിംഗ് കൂടെയുള്ള 10 ചോദ്യങ്ങളാണ്. ഈസി ചോദ്യങ്ങളാണ്. പെട്ടെന്ന് ചെയ്തേ. 1 മിനിറ്റോ 1.5 മിനിറ്റോ എന്നൊക്കെ നിങ്ങളുടെ ഒരു ടൈമിംഗ് അനുസരിച്ച്, കൺവീനിയൻസ് അനുസരിച്ചാണ്. ബാക്കി സമയങ്ങളിൽ ലാഭിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ 1 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവർ 1 മിനിറ്റിലോ 50 സെക്കൻഡോ 1.5 മിനിറ്റ് വരെയൊക്കെ ചെയ്യാം. നിങ്ങളുടെ ബാക്കി സമയങ്ങളിൽ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആസ് ഓഫ് നൗ നമ്മൾ 1 മിനിറ്റ് കൊടുത്തെന്ന് മാത്രം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പോവാണ്. ഫസ്റ്റ് ചോദ്യമായിട്ട് കുറച്ചധികം സമയം നിങ്ങൾക്ക് തന്നതെന്ന് മാത്രം. ഇപ്പൊ 1 മിനിറ്റ് കൂടുതൽ തന്നിട്ടുണ്ട് ഈ ഒരു ചോദ്യത്തിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
മാത്സ് ഒക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ നേരത്തെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞില്ലായിരുന്നു. സോ ആദ്യം ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് 92ന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്, 26. സോ 91ന്റെ ഉത്തരം എന്ന് പറയുന്നത് 152. ഓപ്ഷൻ ഡി ആണ് 91ന്റെ ഉത്തരം. നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വർക്ക് ആൻഡ് ടൈമിന്റെ ചോദ്യമാണ്. എ ക്യാൻ ഡു, നിങ്ങൾ വായിച്ചു നോക്കുക. So question number 93ന്റെ ഉത്തരം ഓപ്ഷൻ ബി 24/7 ആണ്. Question number 94. സോ ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 95. 95 At 20% discount, selling price on articles 2,400. What is selling price and discount is 32.5%. എന്ന് പറഞ്ഞേ.
സോ 95ന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 2025. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 96. ഇത് റീസണിങ്ങിൽ വരുന്ന ചോദ്യമാണ്. ഇതുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉത്തരമാണ്, ചോദ്യമാണ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 35 ആണ്. അധികം ടൈമൊന്നും വേണ്ട ഇതിന്. 97. ഇത് റീസണിങ് ചോദ്യമാണ്. ലോജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. പെട്ടെന്ന് പറഞ്ഞേ. ലോജിക്കൽ ബേസ്ഡ് ചോദ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതാണ്. സോ ഇതിന്റെ ഉത്തരം 97, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. കുറച്ചധികം സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കറക്റ്റായി ലോജിക്ക് മനസ്സിലാക്കി ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇത് പെട്ടെന്ന് ചെയ്യണം. certain code language Pisces reference ഒന്ന് വായിച്ചു നോക്കുക. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. 99, സെക്കൻഡ് ലാസ്റ്റ് ചോദ്യം. ഈ ഒരു വാക്ക് ഉപയോഗിച്ച് ഫോം ചെയ്തതിന്റെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യാൻ പറ്റാത്ത വാക്ക് ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കുക. ഇത് പെട്ടെന്ന് പറയാലോ. സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ലാസ്റ്റ് ചോദ്യം. പെട്ടെന്ന് പറഞ്ഞേ. പെട്ടെന്ന് പറഞ്ഞേ.
സോ ഇതിന് ഉത്തരം ഓപ്ഷൻ ഡി ബ്രദർ ആണ്. സോ നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ 1 മണിക്കൂർ 20 മിനിറ്റ് മൊത്തത്തിൽ എടുത്തില്ല എങ്കിൽ 1 മണിക്കൂർ 19 മിനിറ്റോളം നമ്മൾ ഈ ഒരു നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയാം ശരിക്കുള്ള എക്സാമിന് 60 മിനിറ്റ്, അത് 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ചോദ്യങ്ങൾ പറഞ്ഞ് ഉത്തരവും കൂടെ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഒരു 15-20 മിനിറ്റ് ഒരു എക്സ്ട്രാ എടുത്തിരുന്നത്. ഓൾറെഡി ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു എക്സ്ട്രാ ഒരു 15 മുതൽ 20 മിനിറ്റ് എക്സ്ട്രാ എടുക്കും. പക്ഷെ അത് കാര്യമാക്കണം. നമ്മുടെ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഫസ്റ്റ് മോക്കാണ്, ലൈവ് ക്വിസ് രീതി ചെയ്യുന്ന ഫസ്റ്റ് മോക്കാണ്. അതുകൊണ്ടാണ് 15-20 മിനിറ്റ്സ് നമ്മളൊരു എക്സ്ട്രാ ടൈം നമ്മൾ കൊടുത്തിരുന്നത്. നമ്മൾ ഇനി വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ കുറേയും കൂടെ ശരിക്കും ഒരു എക്സാം എന്തെങ്കിലും കുറേയും കൂടെ സ്ട്രിക്റ്റ് 1 മണിക്കൂർ 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ അവസാനിക്കാൻ 1 മണിക്കൂർ നമ്മൾ ഫിനിഷ് ചെയ്യും. പെട്ടെന്ന് സ്ക്രീനിൽ സംഭവങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് അതേ രീതിയിൽ പോവുകയുണ്ടാവും. സോ ഇതിപ്പോ നമ്മൾ കുറച്ച് നിങ്ങൾക്കൊന്ന് സമയം തന്ന രീതിയിലാണ് പോകുന്നത്. ആർക്കെങ്കിലും സ്ക്രീൻ ക്ലാരിറ്റി ഇല്ലാതെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ ആ ഒരു ചെറിയൊരു ടൈം തന്നു. അങ്ങനെയാണ് 1 മണിക്കൂർ 20 മിനിറ്റ് എന്ന രീതിയിൽ ഇത് ഫിനിഷ് ചെയ്തത്. സോ അത് സ്വാഭാവികമായിട്ട് 60 മിനിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നിങ്ങൾ ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് വരുന്നത് കൊണ്ട് ആ ഒരു ലെങ്ത് എടുത്താണ്. സോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏകദേശം എത്ര സ്കോർ കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടുക. എന്നിട്ട് എനിക്ക് ലൈവ് ചാറ്റ് തരണ്ട, നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. എന്നാലും നമുക്ക് ലൈവ് ചാറ്റ് പിന്നീട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കോർ എത്ര കിട്ടിയെന്ന് അറിയാതെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ, ഹാർഡ് ആയിരുന്നോ, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും അറിയിക്കുക. സോ നിങ്ങൾക്ക് ഇത് എത്രമാത്രം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഇത് മാക്സിമം ആളുകൾ ഇത് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ ഫോളോ ചെയ്യാൻ സാധിച്ചില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ സ്പീഡിൽ സ്ലോ ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടെ സ്പീഡ് കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പോസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ PDF നമ്മൾ അടുത്തൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം PDF എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഡീറ്റെയിൽ സൊല്യൂഷൻ എന്ന രീതിയിൽ ഒരു PDF ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഓൾറെഡി ഫുള്ളി സ്റ്റാക്ഡ് ആണ്. സോ അത് കുറച്ച് ടൈം എടുക്കും. അല്ല ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒരു PDF നമ്മൾ ഇറക്കുന്നതല്ല. ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽ സൊല്യൂഷൻ എന്ന രീതിയിൽ ചില എസ്പെഷ്യലി ഇംഗ്ലീഷ് അതുപോലെ പോളിറ്റി ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുള്ള ഒരു സൊല്യൂഷൻ PDF നമ്മൾ ഇറക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ കുറച്ച് ടൈം എടുക്കും. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഫസ്റ്റ് മോക്ക് ടെസ്റ്റിന് വളരെ വളരെ പരിതാപകരമായ ഒരു റെസ്പോൺസ് ആയിരുന്നു. കാര്യം അന്ന് പിന്നെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചേക്കാളൊക്കെ വളരെ വളരെ കുറച്ച് ആളുകളാണ് ആ ഒരു സംഭവം സീരിയസ് ആയിട്ട് എടുത്തത്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. സോ അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇതിന് ഈ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു മോക്ക് ടെസ്റ്റിന് നല്ല രീതിയിൽ ഒരു റിസപ്ഷൻ കിട്ടിയാൽ മാത്രമേ ഈ വീണ്ടും ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള വീഡിയോസ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. അത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. സോ ഒബ്ജക്റ്റീവ് മോക്ക് ടെസ്റ്റിന്റെ കാര്യം നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമുള്ളൂ. കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ഡെയിലി വർക്ക്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ആ ഡെയിലി മോക്സ് ആ 2 സെഗ്മെന്റ് നമുക്ക് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് റെഗുലർ ആയിട്ട് വീഡിയോ വരുന്നില്ല. കാര്യം ഇതിന്റെ ഈ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക, അതിന്റെ ഫുള്ള് എഡിറ്റിംഗ്, അതിന്റെയൊക്കെ തിരക്കിലായിരുന്നു. സോ ഇത് അത്രമാത്രം യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. സോ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ നിങ്ങൾ അറിയിക്കുക. സോ നിങ്ങളുടെ സ്കോറുകൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഇത്തവണ നിങ്ങൾ ഈ ലൈവ് ക്വിസ് ആ രീതിയിൽ നിങ്ങൾക്ക് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പുറകോട്ട് പോയി ഒന്നും കൂടെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഏതൊക്കെ കറക്റ്റ് കിട്ടി ഏതൊക്കെ തെറ്റ് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ മാർക്ക് ചെയ്ത് നിങ്ങളുടെ സ്കോർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. ഇത് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ടോട്ടൽ സെഷൻ ആയിട്ടുണ്ട്. സോ നിങ്ങൾ എത്ര പേര് ഇതിനകത്ത് മൊത്തത്തിൽ ലൈവ് ജോയിൻ ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. സോ എനിവേ ഫുള്ളായിട്ട് ജോയിൻ ചെയ്തിരിക്കും, ജസ്റ്റ് ബ്രീഫായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.